മേഘ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മേഘയല്ലേ പ്രയർ? മേഘ വന്നിട്ടുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടാ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. സൈനിന് ഞാനാണ് കേട്ടോ. ഞാൻ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മദർ തെരേസയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. റിയൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണേ. അതായത് ഒരു ദിവസം മദർ തെരേസയും സിസ്റ്റേഴ്സും കൊൽക്കത്തയിലെ ഒരു പ്രദേശത്ത് വീട് വീടായി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ താമസിച്ചിരുന്ന ചിലർ അവളെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവർ ദരിദ്രരെ സഹായിക്കുന്നത് സമയം നഷ്ടമെന്ന് ധരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനിടെ ഒരു പുരുഷൻ ദേഷ്യത്തോടെ അവളുടെ നേരെ ഒരു കല്ലെറിഞ്ഞു. അത് അവളുടെ കൈക്ക് തട്ടി ചെറിയ രക്തമുറിവുണ്ടായി. അവളോടൊപ്പം നിന്ന സന്നദ്ധ പ്രവർത്തകർ കോപത്തോടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ മദർ തെരേസ കൈ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, അവൻ മനസ്സിൽ വേദനയിലാണെന്ന് തോന്നുന്നു, നമുക്ക് അവനെ ശാന്തനാക്കാം. അവൾ ആ പുരുഷന്റെ മുന്നിലേക്ക് നടന്നു. ചെറിയ ചിരിയോടെ ചോദിച്ചു, നിങ്ങളെ വേദനിപ്പിച്ചത് ഞാൻ ചെയ്തതാണോ? ഞങ്ങൾ നിങ്ങൾക്കും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പുരുഷൻ ഞെട്ടി. അവളെ അടിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ മദർ അദ്ദേഹത്തോട് പ്രതികരിച്ചത് കോപമല്ല, കരുണയായിരുന്നു. പുരുഷന്റെ കണ്ണുകൾ നിറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ വേതനമില്ലാതെ ദിവസങ്ങളായി വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മദർ അവന്റെ കൈക്ക് പിടിച്ച് ഭക്ഷണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ഭക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് ആശ്വാസവും സ്നേഹവുമാണ്. ആ ദിവസത്തിന് ശേഷം ആ പുരുഷൻ അവരോടൊപ്പം വന്ന് ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതം മാറ്റിയത് അവരുടെ കാരുണ്യമാണ്. ഒരു ചിരിയും ഒരു കാരുണ്യവാക്കും ഒരാളുടെ ജീവിതം മുഴുവൻ മാറ്റാനായിട്ട് കഴിയും. മദർ തെരേസ നമ്മളെ പഠിപ്പിച്ചത്, വേദനിക്കുന്നവരെ കുറ്റം പറയരുത്, അവർക്കാണ് കൂടുതൽ സ്നേഹം ആവശ്യമായിട്ടുള്ളത്. താങ്ക് യു. സൈൻ ഇൻ ബൈ ലുദിയ. Thought. Success is like a train. It has several compartments: hard work, focus, luck, etc. But leading all those is the engine of confidence. വിജയം എന്നത് ഒരു ട്രെയിൻ പോലെയാണ്. അതിന് ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. ഹാർഡ് വർക്ക്, ഫോക്കസ്, ലക്ക് എന്നിവ പോലെ. പക്ഷേ എല്ലാ ഘടകങ്ങളെയും നിയന്ത്രിക്കുന്നത് ആത്മവിശ്വാസം എന്ന അതിൻ്റെ എഞ്ചിനായിരിക്കും. താങ്ക് യു. ചിരിച്ചോണ്ടിരിക്കണ്ട ചിരി കണ്ടോണ്ട് എനിക്ക് ഇവിടെ നിന്ന് ചിരി വരുമായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്തൊക്കെയൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾക്ക് അവിടെ വരെ കിട്ടി? ക്വസ്റ്റ്യൻസ് വല്ലതും ഒക്കെ കിട്ടിയോ? ഞങ്ങൾക്ക് മിസ് നമ്മുടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ നോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ക്വസ്റ്റ്യൻസ് കിട്ടേണ്ടത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നു.
മിസ്സേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഇത് കഴിയണ കുറച്ച് വർക്കുകൾ ഉണ്ടല്ലോ, അതില് റിപ്ലിക്ക ഓഫ് പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വർക്കിന്റെ അത് എഴുതിയിട്ടുണ്ട്. അതെന്താ സംഭവം? ഞങ്ങൾക്ക് അത് ലിസ്റ്റ് തന്നപ്പോ അത് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു വരുമ്പം അത് വരും. അപർണ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടോ? അപർണ മിസ്സിന്റെ വർക്കാണല്ലേ മിസ് അത്? അപർണ മിസ്സിന്റെ വളരെ ഫേവറേറ്റ് ആണ് പിങ്ക് ടവർ. ടീച്ചർ വിശദമായി പറഞ്ഞു തരും. പിന്നെ പിങ്ക് ടവർ ആക്ച്വലി വുഡൻ സോളിഡ്സ് ആണ്. 10 സെഗ്മെന്റ്സ് ആയിട്ടുള്ള ക്യൂബ്സ് ആണ്. 10 സെന്റിമീറ്റർ തുടങ്ങി 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ വരെ എത്തുന്ന ക്യൂബുകളാണ് 10 എണ്ണം. അത് വുഡാണ്, സോളിഡ്സ് ആണ്. അത് മാത്രമല്ല അതിന്റെ കളർ പിങ്ക് ആണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പിങ്ക് ആണ്. അതുകൊണ്ടാണ് അതിന് പിങ്ക് ടവർ എന്ന് പറയുന്നത്. നമ്മൾ റിപ്ലിക്ക എന്ന് പറയാൻ കാരണം നമ്മൾക്ക് എല്ലാവർക്കും വുഡ് കൊണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ് അല്ലെ. നമ്മൾ അത് ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് ടീച്ചർ പറഞ്ഞു വരും. ചാർട്ട് പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രീതിയിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യുന്ന കാണാം. ഞാനത് റിപ്ലിക്ക എന്ന് പ്രത്യേകം അവിടെ എഴുതാൻ കാരണം നമ്മൾ പിങ്ക് ടവർ കൊണ്ട് കുട്ടികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവരത് സ്റ്റാക്ക് ചെയ്യുവാണ്. ഏറ്റവും വലിയ ക്യൂബ് താഴെ വെക്കും, അതിന്റെ മുകളിൽ വെച്ച് അങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി. ഓരോ ക്യൂബും എടുക്കുമ്പോഴും ആ 10 സെന്റിമീറ്ററിന്റെ വുഡൻ സോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. അപ്പൊ അവര് 2 കൈ ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കുന്നത്. അത് നമ്മളൊരു ചാർട്ട് പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് റിപ്ലിക്ക എന്ന് പ്രത്യേകം എഴുതാൻ കാരണം. നമ്മളൊന്നും മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പലതും നമ്മൾ അതിന്റെ ഒരു റിപ്ലിക്ക വേർഷനാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഒറിജിനൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ആകെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അതിൽ നമ്മൾ ഒറിജിനലി സാൻഡ് പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നു. അതാണ് പല കുട്ടികളും ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഒറിജിനൽ മെറ്റീരിയൽ സാൻഡ് പേപ്പർ ആണ്, നിങ്ങൾ ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്യരുത്. ചിലർക്ക് സാൻഡ് പേപ്പർ കിട്ടുന്നില്ല, പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിലൊന്നും അത് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. പിന്നെ സാൻഡ് പേപ്പറെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നില്ല ആർക്കും. ഗ്ലിറ്റർ പേപ്പർ ആകുമ്പോൾ അതിനൊരു രസമുണ്ടല്ലോ കാണാൻ. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. അമ്മ വന്നോട്ടെ അർച്ചന, എന്റെ ക്ലാസ് ഇല്ലേ? എന്റെ ക്ലാസ് ഇല്ലായിരുന്നു, ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് അവർക്ക് അവധിയാ. ഇന്നും നാളെ അവധിയാ. പോളിംഗ് സ്റ്റേഷൻ ബൂത്ത് വല്ലതും ആയിരിക്കും അല്ലെ? അതെ മിസ്, ഇന്ന് നമ്മുടെ കുട്ടികൾക്കും ഇല്ല. വോട്ടിന്റെ പ്രശ്നം. അതെ, നാളെ വോട്ടിന്റെ കാരണം. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടാവും മിസ്? നാളെ ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് ഇൻഫർമേഷൻ വൈകിട്ട് കിട്ടും. ഓക്കെ മിസ്. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾക്ക് 2 റെക്കോർഡ് നമ്മൾ മിസ് പറഞ്ഞത് ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പണി ചോദിക്കുവാണ്. പണി ചോദിച്ചു വാങ്ങുവാണോ? അല്ല, ഈ വെക്കേഷൻ കിട്ടുമല്ലോ മിസ്, ക്രിസ്മസ് വെക്കേഷൻ. അപ്പൊ ആ ടൈമിനൊക്കെ പറ്റുന്ന പോലെ തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. എഴുതാനുള്ള റെക്കോർഡാണ് ഇനി പറയാനുള്ള മിസ്, എഴുതാൻ റൈറ്റിംഗ്. അപ്പൊ ഇതാണ് ലിസ്റ്റിൽ തന്നിരിക്കുന്ന പല കാര്യങ്ങളും. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് എന്ത് സാധനം തോന്നും. സാൻഡ് പേപ്പർ, ഗ്ലിറ്റർ പേപ്പറിന്റെ കാര്യം പറഞ്ഞത്, അതില് കുട്ടികൾ ട്രേസ് ചെയ്യുമ്പോൾ അവര് ശരിക്കും അവരവരുടെ നഖമൊക്കെ അതിൽ കൊള്ളും. അപ്പൊ ഈ ഗ്ലിറ്റേഴ്സ് അവരുടെ നഖത്തിലേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നഖത്തിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പിന്നെ അവര് വായിൽ വെക്കാം, മൂക്കിൽ വെക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്തത്. പിന്നെ മറിയാം മോണ്ടിസോറി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു ഏറ്റവും കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ഒറിജിനലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചില ബാച്ചിലെ കുട്ടികള് ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ടേ ഇത് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, അവര് ഇങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാക്കുമ്പോ കട്ട് ചെയ്ത് വേസ്റ്റ് ആയി പോകും കുറെ വുഡൻ പീസസ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്ത ഒരു കുട്ടി ചെയ്തത് ഈ 10 ക്യൂബ്സിനും കൂടെ 600 റുപ്പീസേ ആയുള്ളൂ. ശരിക്കും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ ഏകദേശം ചില സമയത്ത് അതിന് 1500 ആയിരിക്കും, ചിലപ്പോൾ 3000 ആയിരിക്കും. അങ്ങനെ വില കൂടുതലാണ്. പിന്നെ ഓൺലൈനിൽ നമ്മള് എല്ലാ മെറ്റീരിയലും ഒറിജിനൽ മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ പിങ്ക് ടവർ വാങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പ്രോബ്ലം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വന്ന എല്ലാ വുഡൻ ബ്ലോക്സും ക്യൂബ് അല്ലായിരുന്നു. മെഷർമെന്റ് കംപ്ലീറ്റ് തെറ്റി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. നമുക്കത് കൂടാതെ ബ്രൗൺ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വുഡൻ സോളിഡ്സ് ഉണ്ട്, ബ്രൗൺ കളറാണ്. അതിന്റെ ഷേപ്പ് ക്യൂബോയിഡ് ആണ്. അതും 10 പീസസ് ആണ്. എക്സ്ട്രാ ഒരു പീസും കൂടെ ഉണ്ട്. ഈ 10 പീസസിന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് ടവറിന്റെ ഒരു ഫേസിന്റെ അതേ ഏരിയ, മെഷർമെന്റ് സെയിം ആണ്.
അപ്പൊ നമുക്ക് കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ ആൻഡ് ബ്രൗൺ സ്റ്റെയർ ചെയ്യാൻ പറ്റും. അതായത് പിങ്ക് ടവറിന്റെ വുഡൻ ബ്ലോക്ക് 10 സെന്റിമീറ്ററിന് വെച്ചിട്ട് അതിന്റെ മുകളിൽ ബ്രൗൺ സ്റ്റെയർ വെക്കുമ്പോൾ അങ്ങനെ കോമ്പിനേഷൻ ഒക്കെ കുട്ടികൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ആ ഒരു കോമ്പിനേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പം ഞാനിപ്പോ 11th ബാച്ചിൽ ഒരു കുട്ടിയാണ് ഈ വുഡൻ സോളിഡ്സ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാനത് ഒരു സെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ചിന്റെ പ്രാക്ടിക്കൽ ആവുമ്പോൾ അത് പിന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് ആക്കി ഒന്ന് വെക്കണം. അപ്പൊ നമുക്ക് പിങ്ക് ടവറും ഒരു ഒറിജിനൽ ഇത് വരും. മെഷർമെന്റ് തെറ്റിയപ്പോ ഹൈറ്റ് തെറ്റി. പിന്നെ കണ്ട ഒന്നും ക്യൂബല്ല, ഒരെണ്ണോ രണ്ടെണ്ണോ അങ്ങാണ്ട് ക്യൂബ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പേർക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട്. അതായത് വിചാരിച്ച സാധനം അല്ലായിരിക്കും കിട്ടിയത്, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അതെ മിസ്, ഞങ്ങള് നമ്മുടെ ഈ ആൽഫബറ്റിന്റെ ഒക്കെ ചെയ്തതേ ഞങ്ങൾ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാ ചെയ്തിരുന്നേ. അപ്പൊ ഇനി മാറ്റേണ്ടി വരുമോ? തീർച്ചയായും മാറ്റേണ്ട വരും. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അപർണ മിസ്സിന് പിങ്ക് ടവർ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ലവ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സിനോടാണ്. അപ്പൊ ആ സാധനം വൈവയ്ക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ മാർക്ക് കുറയ്ക്കും. മിസ് എനിക്ക് ഇവിടെ ഒരു സാൻഡ് പേപ്പർ ഇല്ല മിസ്. ഞാൻ കൊറേ നോക്കി. ഞാൻ ഗ്ലിറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. എവിടെ സ്ഥലം എവിടെയാ? ഞാൻ ഇവിടെ അബുദാബി. അവരോട് മാത്രം ഞാൻ ക്ഷമിക്കും. താങ്ക് യു മിസ്. കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാതിരിക്കാതെ ഇങ്ങനെ കയ്യിലാകും. എനിക്ക് തോന്നണം മിസ്സിന്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ? അല്ല മിസ്സേ, അത് ഇങ്ങനെ ചൂസ് പറഞ്ഞു. അതായത് അപർണ മിസ് പറഞ്ഞായിരുന്നു കുറച്ചുകൂടി നല്ലത് കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഗ്ലിറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് സാൻഡ് പേപ്പറും വാങ്ങി. അപ്പൊ രണ്ടും നോക്കുമ്പോ ഞാൻ ശരിയാക്കിക്കോളാം. അതെ, എളുപ്പമുള്ളത് ഗ്ലിറ്റർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു. മിസ് പറഞ്ഞു നമ്മുടെ ബ്രെയിനില് ട്രിഗർ ചെയ്യാൻ സാൻഡ് പേപ്പർ വളരെ എഫക്റ്റീവ്. അത് എഴുതാത്ത കുട്ടികളെ നമ്മുടെ പല ട്രെയിനീസും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ സാൻഡ് പേപ്പർ പറഞ്ഞപ്പോ എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. കട്ട് ചെയ്യാൻ വളരെ വിഷമാണ്. ഗ്ലിറ്റർ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. ഈ കുട്ടികളെല്ലാം ഇത് ചെയ്തു. ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 4 എണ്ണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ആൽഫബറ്റ്സ് 4 എണ്ണം, നമ്പേഴ്സ് 4 എണ്ണം. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എല്ലാരും ഫുൾ ചെയ്തു. ചെയ്ത് ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് വന്ന് കിട്ടിയ റിവ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും അമേസിംഗ് ആയിരുന്നു. എഴുതാത്ത കുട്ടികളെ, അതായത് ക്ലാസ്സിലെ ടീച്ചർ ഉപേക്ഷിച്ച് അവൻ എഴുതില്ല, അവനെ നോക്കണ്ട എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം എഴുതിയത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അത് കൊടുത്തിട്ടാണ്. അവർക്ക് അതിലൂടെ അവരുടെ വിരലിങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ അവർക്കൊരു ട്രിഗർ കിട്ടും. അവർക്കൊരു ടിംഗ്ലിംഗ് എഫക്റ്റാ. അത് ഗ്ലിറ്റർ പേപ്പറിൽ കിട്ടില്ല. നിങ്ങൾ സാൻഡ് പേപ്പറും ഗ്ലിറ്റർ പേപ്പറും വെച്ച് നോക്കൂ, അവർ അട്രാക്റ്റീവ് ആകുമായിരിക്കും ഗ്ലിറ്റർ പേപ്പറിലേക്ക്. പക്ഷെ അവർ ട്രേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ സാൻഡ് പേപ്പർ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ഗ്ലിറ്റർ പേപ്പർ അവര് നോക്കേയില്ല. ട്രേസ് ചെയ്യാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അതായത് ഞങ്ങൾക്ക് നമ്മുടെ 5 ഡിഫറെന്റ് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് ചെയ്യാൻ വേണ്ടിട്ടേ. അപ്പൊ അതിൽ കുറെ ഞങ്ങൾക്ക് ബാക്കിയായിട്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാ. പക്ഷെ ഇത് ഒരേപോലത്തെ തന്നെ വേണ്ടേ എല്ലാം ചെയ്യുമ്പോ? വർക്ക് തന്നു പറഞ്ഞാ എന്ത് വർക്കാ തന്നെ? ആരാ തന്നെ? അത് നമ്മുടെ ടച്ച് ടാബ്ലറ്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾ 5 ഡിഫറെന്റ് ഇത് ടെക്സ്ചറിലുള്ളത് കിട്ടിയോ? കിട്ടി. A4 സൈസിലാണോ വാങ്ങിച്ചത്? A4 സൈസിൽ വാങ്ങിയിട്ട് രണ്ടും ഒരേപോലെ കട്ട് ചെയ്തു. ഒരേപോലത്തെ 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. 5 ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ 10 എണ്ണം വരും ടാബ്ലറ്റ്. അത് ചെയ്തു സാൻഡ് പേപ്പറിന്റെ. മറ്റേത് അത് നല്ലൊരു വർക്കാണ്. അതിനെന്താ ഡൗട്ട്? അതില് ഡൗട്ടില്ല മിസ്. നമുക്കിപ്പോ നമ്മുടെ ഇപ്പൊ ഈ ആൽഫബറ്റിന്റെ പറഞ്ഞില്ലേ, അത് നമ്മൾ സാൻഡ് പേപ്പർ എടുക്കുമ്പോൾ എല്ലാം ഒരേപോലത്തെ തന്നെ വേണ്ടേ? സാൻഡ് പേപ്പർ എല്ലാം ഒരേപോലെ കിട്ടിയില്ലേ? അല്ല മിസ്സേ, ലുതി ചോദിച്ചത് എന്താന്ന് വെച്ചാല് ഇപ്പം എങ്ങനെ ടച്ച് ടാബ്ലറ്റ് ചെയ്തില്ലേ, അതില് കുറെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആൽഫബറ്റ്സ് ചെയ്യാമോന്നാണ് ചോദിച്ചത്. കാരണം എല്ലാം ഓരോ സെൻസിലുള്ളതല്ലേ. അപ്പൊ ലുതി അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ടെക്സ്ചർ വ്യത്യാസമുണ്ട് അല്ലെ. ചിലതിന് റഫ്നെസ് കൂടുതലാണ്, ചിലതിന് റഫ്നെസ് കുറവാണ്. കുട്ടികള് റഫ്നെസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് മെജോറിറ്റി കുട്ടികളും. പിന്നെ ഇവർക്ക് നമ്മളൊരു ലെറ്റർ കൊടുത്ത അതേ ടെക്സ്ചർ തന്നെ അടുത്തത് വരുമ്പോഴാണ് അവർക്ക് ഒരു കണ്ടിന്യൂവേഷൻ എനിക്ക് തോന്നുന്നതാണ്. ഐ എം നോട്ട് ഷുവർ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നോ പ്രോബ്ലം. പിന്നെ ടച്ച് ടാബ്ലറ്റ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒറ്റ സെറ്റ് അല്ലേ ചെയ്തു വെച്ചേ. നിങ്ങൾക്ക് കൂടുതൽ ബാക്കി ഉണ്ടെങ്കിൽ 2 or 3 സെറ്റ്സ് ഉണ്ടാക്കാലോ. സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കണ്ട.
പല കുട്ടികൾക്കും കൊടുക്കാമല്ലോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അനുസരിച്ച്. അപ്പൊ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കളയണ്ട, കൂടുതൽ ആക്കി വെച്ചോളൂ. ഇല്ല മിസ്, ഞാൻ കളഞ്ഞിട്ട് ആവശ്യം വരുന്ന വിചാരിച്ചിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ആൽഫബറ്റ്സ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇനി മാറ്റണ്ടേ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ഡൗട്ട് എല്ലാവർക്കും വേണ്ടിട്ടാ, എല്ലാരും ചെയ്തു പോയി. ക്ലിച്ചർ പേപ്പറിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. A to Z, സ്മോൾ ലെറ്റർ A to Z 0 to 7, 8, 9 വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിസ് പറയുവാണെങ്കിൽ ഇനി ചെയ്യണം ഒന്നും കൂടി. അപ്പൊ അത് ചോദിക്കാനായിട്ടാണ്. ചെയ്യണം എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്തേനേട്ടോ. ഇനി സമയം നമുക്ക് കുറെ വർക്കുകൾ ഇനി വരുമല്ലേ, നിങ്ങൾ തൽക്കാലം 4 or 5 ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടാക്കിയാൽ മതി. പിന്നീട് നിങ്ങൾ കോഴ്സ് ഒക്കെ പക്ഷെ മാർക്ക് പോവോ? ഇല്ല, പക്ഷെ 4 or 5 അത് ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പ് വരണം. എനിക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഐ വിൽ റീഡ് ഫ്രം യുവർ ഫേസ്. പ്രാക്ടിക്കലിന് കൊണ്ടുവരാനായിട്ട് ആൽഫബറ്റ് ചെയ്ത ചാർട്ട് ഇല്ലേ മിസ്സേ, അതിന്റെ കളറ് ഒക്കെ ഇങ്ങനെ ഇളകിയിരിക്കണു നന്നായിട്ട് ചാർട്ട്. സാൻഡ് പേപ്പറിലാണോ ശരണ്യ ചെയ്തേ? അല്ലേ, സാൻഡ് പേപ്പറിൽ ചെയ്തത് ചാർട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടല്ലേ ചെയ്തത് നമ്മള്. അപ്പൊ അത് അതിന്റെ ഗമ്മ് ഒക്കെ വെച്ചിട്ട് ചെയ്തോണ്ട് അതിങ്ങനെ കളറ് നീല ചാർട്ടിലെ നമ്മള് ചെയ്തത്. സത്യം പറയാലോ മിസ്, എനിക്കും അങ്ങനെ ഒരു ഇത് പറ്റി. ആദ്യം ചെയ്തപ്പോ സാൻഡ് പേപ്പറിൽ ചെയ്തപ്പോ അങ്ങനെ വന്നു. അപ്പൊ അങ്ങനെയാണെന്നാ മിസ് ഇങ്ങനെ ചൂസ് ചെയ്തപ്പോ അങ്ങനെ അത് ഗ്ലിറ്ററിൽ ചെയ്തത്. അങ്ങനെ ഗ്ലിറ്റർ പ്രത്യേകം പോയി വാങ്ങുകയാണ് ചെയ്തത്. ആദ്യം സാൻഡ് പേപ്പർ ആയിരുന്നു വാങ്ങിയത്. എന്നിട്ട് അതിൽ ചെയ്ത് ഒരു ഇതായപ്പോഴാണ് എന്നാ ഗ്ലിറ്റർ പേപ്പറിലും കൂടെ ചെയ്ത് നോക്കാം ഇതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൽഫബറ്റും എല്ലാം കൂടി 5 എണ്ണം ഓരോന്ന് 5 എണ്ണം അങ്ങനെ ചെയ്താൽ മതിയോ? അത് മുഴുവനാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങള് ഗ്ലിറ്ററിൽ ചെയ്ത് നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ ചെയ്യും. കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ മുഴുവൻ ചെയ്ത് വെക്കണം. കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് വേണം. പിന്നെ ഇതെല്ലാവരും സാൻഡ് പേപ്പർ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും എല്ലാവരും ചെയ്യുന്നത് കൊണ്ടും ഞാൻ ഈ മെറ്റീരിയൽ മാത്രം ഓർഡർ ചെയ്തിട്ടില്ല. നമുക്ക് വുഡൻ അങ്ങനെ വലിയ മെറ്റീരിയൽസ് മാത്രമാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 25-27 മെറ്റീരിയൽസ് നമ്മളുടെ മെയിൻ മെറ്റീരിയൽസ് കയ്യിലുണ്ട്. പിന്നെ ഇതൊന്നും പ്രാക്ടിക്കലിന് വരുമ്പോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ പറയാൻ വരുന്നത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ വൈവ സമയത്ത് പ്രസന്റ് ചെയ്യണം. വൈവ ഓൺലൈൻ ആയിരിക്കും. അത് വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 തീർന്ന്, അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ കഴിയുമ്പോഴാണ് മോഡ്യൂൾ 1 തീരാറായി പ്രാക്ടിക്കൽ നിങ്ങൾ നേരിട്ട് വന്നും ഈ ഓൺലൈൻ ആയിട്ടും പ്രാക്ടിക്കൽസ് എല്ലാം കഴിയുമ്പോഴാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞിട്ടെല്ലാം എന്തോ മിസ് വൈവ ഓൺലൈൻ ആണോ അതോ നമുക്ക് നേരിട്ടാണോ? വൈവ ഓൺലൈൻ ആണ്. എല്ലാവർക്കും നേരിട്ട് വരാനൊന്നും പറ്റുന്നില്ലല്ലോ. ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ആണ്. നേരിട്ട് ചെയ്യാം. എപ്പോഴാണെന്നറിയോ? പ്രാക്ടിക്കൽ സെഷന് വരില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വരുന്നവരെ കുറച്ച് പേരുണ്ടാവില്ലേ, അവര് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. മിസ്സേ ഈ പ്രാക്ടിക്കൽസ് ഏത് മാസത്തിലായിരിക്കും മിസ്സേ ഏകദേശം ഒന്ന്? പറയാം. ഇപ്പൊ 12 വരെയും ഏകദേശം പ്രാക്ടിക്കൽ സെഷൻസ് കഴിഞ്ഞു. 13, 14 കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വരിക. 13 ഡെഫിനറ്റ്ലി ജനുവരി ആയിരിക്കും. 14 മേ ബി ജനുവരി ലാസ്റ്റ് ഓർ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫെബ്രുവരി ലാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വരും. ഫെബ്രുവരിയിൽ UAE വരാൻ സാധ്യത ഉണ്ടായി. ശരിയാ, ഫെബ്രുവരിയിൽ ഞാൻ 8-ാം തീയതി എത്തുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പൊ ഒരു 20 ദിവസം നാട്ടിലുണ്ടാവും. അതിനിടയ്ക്ക് കുറച്ച് നാട്ടില് മീൻസ് എവിടെയാ ഐശ്വര്യ? ഞാൻ എറണാകുളത്താണ്, ഹസ്ബൻഡ് ആലപ്പുഴ. അപ്പൊ ആലപ്പുഴ ആയിരിക്കും ഞാൻ. പ്രോബ്ലം എവിടെ നിന്നാണെങ്കിലും വരാൻ എളുപ്പമാണല്ലോ. ഐശ്വര്യ വരുമ്പോ എനിക്കിപ്പോ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഞാൻ ഓർക്കും, അല്ലാതെ വരുന്ന ടൈം ആവുമ്പോഴേക്കും എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരെ റിമൈൻഡ് ചെയ്യണം. നമുക്കപ്പോ അതിനനുസരിച്ച് ഡേറ്റ് നോക്കാം. ഞാൻ അത് ഓർത്ത് വെക്കാം. പിന്നെ അത് മാത്രല്ല ഓക്കെ, രമ്യ സാൻഡ് പേപ്പറിൽ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ വേറെന്തോ പറയാമെന്നു. പിന്നെ നമ്മള് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോഡ്യൂൾ 1 പാർട്ട് 3 ഉണ്ടല്ലോ, നമ്മുടെ കോർ ടോപ്പിക്സ് വരുന്നത് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, അതെടുക്കുന്നതിന്റെ പാരലായിട്ടാണ് പ്രാക്ടിക്കല് പോകുന്നത്. നമ്മൾ തിയറി പഠിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രാക്ടിക്കലും ആപ്ലിക്കേഷൻസും മനസ്സിലാക്കണമല്ലോ. അതിന് മുമ്പ് പ്രാക്ടിക്കൽ ചെയ്തിട്ട് കാര്യമില്ല. മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ആ ടോപ്പിക്കിൽ എത്തുമായിരിക്കും. നമ്മളിപ്പോ ഏത് ചാപ്റ്ററിലാണ്?
ഏത് ചാപ്റ്ററാ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? ഇനി ഫസ്റ്റ് എയ്ഡും കൂടെ എടുക്കണം. പിന്നെ പാർട്ട് ടു എവിടെ വരെയായി നിങ്ങൾക്ക്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫിനിഷ് ആയി? ഏതാണ്ട് 5 ചാപ്റ്ററോളം ആയി മാം. പാർട്ട് 2 ഡെവലപ്മെന്റ് എല്ലാം കഴിഞ്ഞോ? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എടുത്തു, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇപ്പം ഡിഫൻസ് മെക്കാനിസവും നീഡ്സും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജി എടുത്തില്ലേ? സൈക്കോളജി എടുത്തു. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ഇനി എടുക്കാനുള്ളത്. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് എടുക്കാനുള്ളത്. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി അത് കുറച്ച് മിസ് പറഞ്ഞായിരുന്നു എടുക്കുന്നതിന്റെ കൂടെ. ആതിര മിസ് ആണോ സൈക്കോളജി എടുത്തത്? അതെ. മിസ് എഡ്യൂക്കേഷൻ സൈക്കോളജി എടുക്കോ? എടുക്കാന്നല്ലേ പറഞ്ഞിരുന്നത് ജയശ്രീ? അതെ. So that means mental health and hygiene കഴിയുമ്പോൾ ഞാൻ നേരെ പാർട്ട് 3 ചാടും. എനിക്ക് അതിനകത്ത് എടുക്കാനൊന്നുമില്ല. പാർട്ട് 2 എന്റെ ടോപ്പിക് ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി പാർട്ട് 3 ഉടനെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ക്രിസ്മസ് വെക്കേഷന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മള് Jan 1 ഒക്കെ ആകുമ്പോൾ പാർട്ട് 3 പോകും. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ അതിന്റെ ഒപ്പം വരും. ഓക്കെ, ആദ്യം ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ് ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ തിയറിയിലേക്ക് പോകുന്നത്. മീൻസ് നിങ്ങൾ നേരിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തോളൂ. ഫെബ്രുവരിയില് പ്ലാൻ ചെയ്തോളൂ. ആ സമയത്ത് വൈവയ്ക്ക് വരുമ്പോ നമ്മളുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസും അസൈൻമെന്റ്സും കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ റെക്കോർഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? എത്ര റെക്കോർഡ് പറഞ്ഞു? റെക്കോർഡ് 2 കംപ്ലീറ്റ് ആയി. ഇന്ന് ഞാൻ 2 കൂടെ പറഞ്ഞു തരാം. അത് നിങ്ങൾ ചെയ്യാം. കളക്ഷൻ ബുക്കും മിസ് പറഞ്ഞത് കംപ്ലീറ്റ് ആയി. പിന്നെ ഏതാണ് രണ്ടാമത്തെ പിക്ചേഴ്സിന്റെ ഒക്കെ ഉള്ളത് അതും കംപ്ലീറ്റ് ആയി. ഓക്കെ ഫൈൻ. സോ ഇനി ഏറ്റവും ലാസ്റ്റത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരറ്റസ് റെക്കോർഡാണ്, പ്രാക്ടിക്കൽ ആണ്. നമ്മുടെ മോഡ്യൂൾ 3 ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരു റിട്ടൺ റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പിയാണ് സാധാരണ കൊടുക്കുന്നത്. അത് നോക്കി കോപ്പി ചെയ്യാണ് വേണ്ടത്. കറസ്പോണ്ടിങ് പിക്ചേഴ്സ് നിങ്ങൾ പ്രിന്റ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. അപ്പൊ അത് ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊരു QR കോഡ് പ്രൊവൈഡ് ചെയ്യും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ റെക്കോർഡിൽ എഴുതാനുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും പിക്ചേഴ്സും കിട്ടും. കോപ്പി ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ റീഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടും. ഒറ്റ വായനയിൽ അത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ആ മെറ്റീരിയൽസിനെ പറ്റി കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്. സിംപ്ലിസിറ്റിയും ബ്രിവിറ്റിയും ആണ്. ബ്രീഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ലാസ്റ്റ് റെക്കോർഡിനുണ്ട്. അപ്പൊ നമ്മൾ എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടത് ആദ്യത്തെ 4 റെക്കോർഡാണ്. 2 കഴിഞ്ഞു, ഇനി 2 കൂടെ. അപ്പൊ ഞാൻ റെക്കോർഡിലേക്ക് പോട്ടെ. ഫസ്റ്റ് 2 റെക്കോർഡ്സ് ഇപ്പൊ കഴിഞ്ഞു എന്ന് പറഞ്ഞ റെക്കോർഡ്സ് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ചേർന്ന് എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു വീട്ടിലെ ക്ലൈമറ്റ് തന്നെ അങ്ങനെ മാറണം. ശരിക്കും അതാണ് വേണ്ടത്. പക്ഷെ ഇനിയുള്ള 2 റെക്കോർഡ് അങ്ങനെ വേണ്ട. ഇനിയുള്ളത് നിങ്ങളുടെ സ്വന്തം ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. യു ക്യാൻ ഷെയർ വിത്ത് എനി വൺ. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നു, ഇങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റുമോ? അപ്പൊ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ വേറൊരാളെ കൊണ്ട് എഴുതിപ്പിക്കോ അയാൾ എഴുതിയ കഥയോ ഒന്നും എടുക്കരുത്. നമ്മൾ തന്നെ കഥയും കവിതകളും എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ഇതിനൊപ്പം വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതോ മാർക്കുമായിട്ട് ബേസ് ചെയ്ത കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മാഗസീനില് മാറ്റേഴ്സും എന്തൊക്കെ വേണം അങ്ങനെയുള്ള രീതിയിൽ ഒരു ടീമായിട്ട് ചേർന്ന് എല്ലാരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക. ഒറ്റ മാഗസീൻ, നിങ്ങളുടെ ബാച്ചിന്റെ ഒറ്റ മാഗസീൻ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് മാഗസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോ ബാച്ചിനായിട്ട് ഇറക്കാറില്ലേ? അതുപോലെ അതെ, MT15 വക ഒരു മാഗസിൻ. നിങ്ങൾക്ക് അതിനകത്ത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, എന്താ അറബിയിലൊക്കെ എഴുതിയിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പൊ ട്രാൻസ്ലേഷൻ കൊടുക്കണം. കാരണം നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പോയം എഴുതാം, കഥ എഴുതാം, പിന്നെ ബ്യൂട്ടി ടിപ്സ് എഴുതാം, നല്ല റെസിപ്പീസ് എഴുതാം, കോഡ്സ് എഴുതാം, പിന്നെ എന്തെങ്കിലും ചെറിയൊരു
റൈറ്റപ്സ് മോണ്ടിസോറിയെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ടുള്ള റൈറ്റപ്സ് എഴുതാം. ആരെങ്കിലും പടം വരയ്ക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പിക്ചർ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നിങ്ങൾക്കും അത് പിന്നീട് അതൊരു ഓർമ്മയായിട്ട് വെക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് വെക്കാം. അപ് ടു യു, നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ മിസ്, ഡിസ്കസ് ചെയ്യാൻ അപ്പം നമുക്ക് റെക്കോർഡ് റൈറ്റിംഗിലേക്ക് പോവാലോ. ഓക്കെ മിസ്. ഇതൊന്ന് ഷെയർ ഓക്കെ ചെയ്തോ. മിസ്. ഓക്കെ, അടുത്ത റെക്കോർഡ് ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്കാണ്. ഇല്ലുസ്ട്രേറ്റഡ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ എന്നാണ്. അതായത് നമ്മൾ എന്താണോ എഴുതുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പിക്ചർ വരയ്ക്കണം. നമുക്ക് ഈ റെക്കോർഡിന് പറ്റിയ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനുമാണ്. ഈ രണ്ട് സൈഡും പ്ലെയിൻ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കോൺഫിഡന്റ് ആണ് വരയിടാത്ത പേപ്പറിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. എനിക്ക് പക്ഷെ അതില്ല, അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആയിട്ടുള്ള റെക്കോർഡാണ് ഇതിന് ഓപ്റ്റ് ചെയ്തത്. പിന്നെ നമുക്കത് കിട്ടുന്നില്ല, പ്ലെയിൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, എഴുതാനും കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വരയിട്ട പേപ്പർ അതിന്റെ അടിയിൽ വെച്ച് സെക്യൂർ ചെയ്തിട്ട് അതിന്റെ ഇംപ്രഷൻസ് ആ ഒരു ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ. മിസ്, അതെ, എനിക്ക് രണ്ട് സൈഡും വരയിടാത്തത് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ ഞാന് ഒരു റെക്കോർഡ് കിട്ടി, 2 കിട്ടി. അതില് എനിക്ക് മറ്റേ എന്താ പറയാ ഇൻഡെക്സിന്റെ പേജില്ലേ അതൊന്നും ഇല്ല. കുഴപ്പമില്ല, പക്ഷെ റെക്കോർഡാണ്, കട്ടിയൊക്കെ ഉണ്ട് ചട്ടക്ക്. അപ്പൊ ഞാൻ അതിലാ ചെയ്തിക്കണേ. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ഞാൻ എന്റെ റെക്കോർഡ്സ് ഒന്ന് എടുത്തോട്ടെ. നമുക്ക് ഫസ്റ്റ് വൺ അതിൽ പറയുന്നുണ്ട്, there should be at least one illustration. അതായത് ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. അത് നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വരയ്ക്കാം. ഒരെണ്ണം ഉണ്ടായിരിക്കണം, 1 2 നിങ്ങൾ എത്ര വേണമെങ്കിലും വയ്ക്കാം. പിന്നെ എല്ലാ സോങ്സും എല്ലാ റൈംസും ഒരു 8 to 12 ലൈൻസ്, അതിൽ കൂടുതൽ പോകണ്ട. കാരണം കൊച്ചു കുട്ടികളുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന റൈംസ് ആണ്, ആക്ഷൻ സോങ് ആണ്. അത് കുറെ 10-25 ലൈനുള്ളതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം, അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റണം. അവർ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ വളരെ കുറച്ച് ലൈൻസ്, ഒരു 8 to 12 ലൈൻസ് ഒക്കെ ഇനഫ്. ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ് ആണ്. നല്ല രീതിയിൽ എഴുതാൻ നോക്കുക. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനായിട്ട്. ഞാനൊന്നും അത്ര നന്നായി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നല്ല ടോണും ഒക്കെ ആക്ഷനൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനത് ചെയ്തപ്പോ അതിന്റെ പിക്ചർ ഇല്ലുസ്ട്രേഷൻ ആയിട്ട് ഞാൻ കൊടുത്തത് കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എന്റെ മോന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പിക്ചർ ആയിരുന്നു, മോളുടെയും. പിന്നെ ആൽഫബറ്റ്സിന്റെ ഒരു ഇങ്ങനെ സ്റ്റെൻസില് പോലെ നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ കുട്ടികളുടെ ബോക്സിൽ, അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കില്ലേ, അതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ആൽഫബറ്റ്സ് അത് വെച്ച് എഴുതി വെച്ചേ ഉള്ളൂ. അതൊന്നും കമ്പൽസറി അല്ല. പക്ഷെ നമുക്ക് ഈ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിക്ചർ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ എഴുതിയത് ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. കാരണം ഈ ഒരു റൈം ഒരു കുട്ടിയോട് പറഞ്ഞപ്പോ ആൽഫബറ്റ്സ് ആ ഒരു 26 ലെറ്റേഴ്സും ഓരോ ലെറ്റർ ഓരോ ലൈനിൽ വരുന്ന രീതിയിൽ ആ കുട്ടി റൈം ഉണ്ടാക്കി. നല്ലതായിരുന്നു. പക്ഷെ 23 ലൈൻസ് വന്നു, 26, 27, 28 ലൈൻസ് ഒക്കെ വന്നു. അത്രയൊന്നും കുട്ടികളുടെ മുന്നിൽ പാടിക്കൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ കുട്ടി നഴ്സറി റൈംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം,
മെയിൻ ആയിട്ട് ലൈൻസ് കുറച്ചേ ഉണ്ടാവുള്ളൂ, ബാക്കി ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ എഴുതിയതൊന്ന് വായിക്കാം. ABCD കം ടുഗദർ, EFGH സ്റ്റാൻഡ് ടുഗദർ. നമുക്ക് അവരെ കൊണ്ട് ആക്ഷൻസും ചെയ്യിക്കാൻ പറ്റണം. ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ ഡ്രോയിങ് ബുക്ക് എന്നാണ്. IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ സ്റ്റേ ടുഗദർ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. ഇത് ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ആൽഫബറ്റിക്കൽ സോങ് ചെയ്യിക്കാം. ഞാൻ കൂടുതലും ആക്ഷൻസ് ആണ് നോക്കിയത്, എനിക്ക് എളുപ്പം അതായിട്ട് തോന്നി. ഇത് ഒരു ടീച്ചറും കുട്ടിയും അങ്ങനെയുള്ള ഒരു പിക്ചറാണ് ഞാൻ ഇതിനകത്ത് എത്തിച്ചത്. അത് മോളുടെയോ ടെക്സ്റ്റിലും കണ്ടുണ്ടായിരുന്നായിരുന്നു. പിന്നെ അതിന്റെ റൈം ഇങ്ങനെയായിരുന്നു. കം ഡിയർ ചിൽഡ്രൻ, വി വിൽ സിംഗ് ടുഗദർ, ABCD EFG clap your hands, clap clap clap, HIJK LMNOP nod your head, nod nod nod, QRST UVW stamp your feet, stamp stamp stamp, XYZ shout hooray 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 hooray. ഇങ്ങനെയായിരുന്നു ഞാൻ എഴുതിയത്. ഒരു മോഡലായിട്ട് യൂസ് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നല്ലതായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യും. അടുത്ത നമ്പർ സോങ്സ്. നമ്പർ സോങ്സിലും എനിക്ക് ആ സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു. ഞാൻ 1 തുടങ്ങി 0 എന്നുള്ള രീതിയിൽ ആ സ്റ്റെൻസിൽ യൂസ് ചെയ്തു. പിന്നെ ടീച്ചറും കുട്ടികളും കൂടെ ക്ലാസ്സിലേക്ക് വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം, അതാണ് ഇഷ്ടമെങ്കിൽ കേട്ടോ. 1, 2 enter the class, 3, 4 keep your bags down. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയോ കേട്ടതുപോലെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും കേട്ടോ. 5, 6 പക്ഷെ എന്റെ സ്വന്തമാണ്. 5, 6 say your prayers. 7, 8 smile each other. 9, 10 wish each other. Say hi, say hello, say good morning, be happy, happy, happy. ഇതായിരുന്നു എന്റെ നമ്പർ സോങ്സ്. അതുപോലെ തന്നെ അടുത്തതിനും പിക്ചർ ഇങ്ങനെയുള്ളതാണ്. അവിടെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അത് ഇതൊരു ആക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു. Say 1 plant a tree. Say 2 water daily. Say 3 care it well. Say 4 plant more trees. Say 5 make a beautiful garden. Say 6 make it awesome. Say 7 touch and see the beauty. Say 8 feel the fragrance. Say 9 don't pluck the flowers. Say 10 love them all. ഇനി അടുത്തത് നമുക്ക് ക്യാപ്സൂൾ പോയംസ് ആണ്. ഇതില് 8 to 12 ലൈൻസ് വേണ്ട, നമുക്ക് ചെറിയ പോം അത്രയും മതി. അത് ഞാൻ എഴുതിയ ഫസ്റ്റ് വണ്ണിൽ എനിക്ക് 3 വേർഡേ ആകെ ഉള്ളൂ. 3 അല്ല 4 വേർഡേ ആകെ ഉള്ളൂ. 4 വേർഡ് വെച്ചിട്ടാ ഞാൻ ആ ക്യാപ്സൂൾ സോങ് എഴുതിയത്. റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ക്യാപ്സൂൾ സോങ്. അത് എനിക്ക് കുട്ടികളാണ് വരച്ചു തന്നത്. ഇത് അവരെ കൊണ്ടൊക്കെ വരപ്പിക്കാം. അവരാണ് എനിക്കൊരു ക്യാറ്റും റാറ്റിനെയൊക്കെ വരച്ചത്. പിന്നെ രണ്ടാമത്തെ ക്യാപ്സൂൾ സോങ് ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. അത്രേ ഉള്ളൂ രണ്ടാമത്തെ ക്യാപ്സൂൾ. അത് ഫ്ലവേഴ്സിന്റെ പടം വരച്ചു. അടുത്തതൊക്കെ വളരെ ഫ്ലോപ്പായിരുന്നു. ഫോക്ക് സോങ്സ്. ഇതിനെ പറ്റിയാണ് പലപ്പോഴും റെക്കോർഡ് തരുമ്പോ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നത്. നമ്മൾ നാടൻ പാട്ട്, നാടോടിപ്പാട്ട് എന്നൊക്കെ പറയണ പോലെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മലയാളത്തിൽ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ അത് എങ്ങനെ എഴുതണേന്നൊന്നും അറിയില്ലായിരുന്നു. ചുമ്മാ ഒരു തട്ടിക്കൂട്ട് ചെയ്തു തന്നെ പറയാം. അതായത് കുറെ വേർഡ്സ് ചുമ്മാ അതിലേക്ക് അങ്ങ് ചേർത്തു. അതൊരു കുട്ടി കൈകൊട്ടി പാടുന്ന ഒരു ഫോട്ടോയാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് നാടൻ പാട്ട് ഫോക്ക് സോങ്ങിന്. ഹിപ്പ് ഹിപ്പ് ഹുറേ ഹുറേ, farmers sang together happily, hares waved their head in the wind, birds. ഇത് ആരും ജഡ്ജ് ചെയ്യാൻ വരില്ല. ദിസ് ഈസ് അവർ റൈം. ഇതിങ്ങനെയല്ല എഴുതണ്ടേ, ഇതിങ്ങനെയാ ഞാനും വരില്ല ആരും വരില്ല. നിങ്ങൾ അതിന്റെ അപ്പുറത്ത് ചേർത്ത് ആരും വരില്ല. അങ്ങനെ ആരെങ്കിലും വന്ന് എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാൻ വരില്ല കേട്ടോ. Birds sang together, coo 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 coo, they happily fly together, everyone feeling happy, singing together, la la la, nature also feeling happy എന്നൊക്കെ പറഞ്ഞിട്ട് when it touches by the raindrops എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒപ്പിച്ചു. അടുത്തത് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ഈ ഫിഷർമാൻ ഒക്കെ പോകുമ്പോൾ
അവര് ഇങ്ങനെ പാട്ടൊക്കെ പാടി വഞ്ചി ഇങ്ങനെ ഇറക്കുമല്ലോ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. ഹിയ 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 ഫിഷർമെൻ ഗ്രീറ്റ് ടുഗദർ ഹാ 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 they sang together hiya hiya ha ha they row their boat to sea for catching fish singing yo yo la la shouting hurray hurray അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഒപ്പിച്ചു. എനിക്ക് ആകെ ബുദ്ധിമുട്ട് വന്നത് ഫോക്ക് സോങ് മാത്രമായിരുന്നു, കാരണം ഭംഗിയായില്ല എന്ന് എനിക്കറിയാം. നമുക്ക് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം, വേറൊരാളെ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞാലും നമ്മളെ ജഡ്ജ് ചെയ്യുള്ളൂ. ഞാൻ അത് ചെയ്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കായിരുന്നു. ദാറ്റ്സ് ഗുഡ്. അടുത്തത് റിഡിൽ സോങ്സ്, പഴഞ്ചൊല്ലേ കടങ്കഥ വരുന്ന രീതിയില്, പഴഞ്ചൊല്ലല്ല കടങ്കഥ വരുന്ന. അപ്പൊ എന്താ, നമ്മളുടെ പോയിന്റില് കടങ്കഥ പോലെ വന്നിട്ട് ലാസ്റ്റ് ആൻസർ കിട്ടണം. ഓക്കെ, ഐ ക്യാൻ ഫ്ലൈ ഹൈ, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ആം കളർഫുൾ, ഐ ഹാവ് നോ വിങ്സ്, എവ്രി വൺ ലൈക്സ് മീ, ഓൾ ആർ മൈ ഫ്രണ്ട്സ്, ബട്ട് ഐ നീഡ് thread and you, then only I can fly. Tell me my friend, who am I? ആൻസർ പിക്ചർ ആയിട്ട് ഒട്ടിക്കണോ മിസ്? ആൻസർ ഒട്ടിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച്. അതും എത്ര ലൈൻ വേണം? 8 to 12 lines. ക്യാപ്സൂൾ സോങ് മാത്രമാണ് നമുക്ക് വളരെ ചെറുതാക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ മാക്സിമം ഒരു 12 lines ഒക്കെ മതി. പിന്നെ നെക്സ്റ്റ് വൺ, ഐ ആം യെല്ലോ ആൻഡ് ലൈക്ക് എ ബോൾ, മൈ ഹൗസ് ഈസ് അറ്റ് സ്കൈ, ഐ ഗീവ് ലൈറ്റ് ടു ഗ്രോ, ഐ വിൽ ഷൈൻ ഓൾ ദ ഡേ, ഐ വിൽ ഹൈഡ് ഇൻ ദ നൈറ്റ്, യു കനോട്ട്. അതായത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ. ഇത് റിഡിലാന്ന് പറഞ്ഞ കട്ടിയായിട്ട് അവർക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത അങ്ങനെയല്ല, അവര് കണക്ട് ചെയ്യുന്നത്, അവരവരുടെ ഡെയിലി ലൈഫിൽ അവർ കാണുന്നത് കേൾക്കുന്നത്, അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഐ വിൽ ഹൈഡ് ഇൻ ദ നൈറ്റ്, യു കനോട്ട് റീച്ച് അറ്റ് മീ, സോറി ഐ ആം ടു ഹോട്ട് മൈ ഡിയർ, യെസ് ഇറ്റ്സ് എ ഷൈനിങ് സൺ. അതൊന്നും വരയ്ക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വരയ്ക്കുക ചെയ്തേട്ടോ. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ളത് എല്ലാം 2 എണ്ണം വീതം വേണം. അത് ശ്രദ്ധിച്ചല്ലോ അല്ലെ? ഓരോ തീമിനനുസരിച്ചും നമുക്ക് 2 എണ്ണം വേണം. പ്രൊവൈഡ്സ് സയന്റിഫിക് നോളജ്. ഞാൻ ഇത് സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് എഴുതിയത്. സയന്റിഫിക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈം എന്നുള്ള ഒരു സോളാർ സിസ്റ്റത്തെ കുറിച്ച് അത് വരച്ചത് അവരുടെ ടെക്സ്റ്റ് കട്ട് ചെയ്ത് കിട്ടിയതാണ്. അത് ഓരോന്നിനെ പറ്റി നമുക്ക് പറയാലോ. ഓരോ ലൈനിലും ഞാൻ ഓരോന്നിനെ പറ്റി എഴുതിയിരിക്കുന്നത്. 1 2 3 4 5 6 7 8 there are 8 planets. Our Earth is one of them. Earth is, അപ്പൊ അവരെ നമുക്ക് EVS പഠിപ്പിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള റൈംസ് ഒക്കെ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫുട്ബോൾ, സൺ ഈസ് എ ബിഗ് ഹോട്ട് സ്റ്റാർ ഒക്കെ പറഞ്ഞിട്ട് കുറെ. സൺ ഗീവ്സ് us ഹീറ്റ് ആൻഡ് ലൈറ്റ്, all the planets revolve around the sun. അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ ഒരു മെത്തേഡിലൂടെ അവരുടെ ലേണിംഗ് പ്രോസസ് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഞാൻ ഇത് ഹ്യൂമൻ ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്സിനെ കുറിച്ചായിരുന്നു അടുത്തത് എഴുതിയത്. EVSൽ അതും വരുന്നുണ്ടല്ലോ നമുക്ക്, അതും ചെയ്യാം. We have 2 eyes, eyes help us to see. We have 2 ears, ears help us to hear. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈം, നമ്മള് ഫസ്റ്റ് ലൈൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, സെക്കൻഡ് ലൈൻ നമുക്ക് ആൻസർ, അങ്ങനെ അടുത്ത ലൈൻ ക്വസ്റ്റ്യൻ വീണ്ടും ആൻസർ. അത് നല്ല ടോണില്, നല്ല ആക്ഷനോട് കൂടി നല്ല ടോണിലൊക്കെ പാടാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. Which is the yellow color flower? It is sunflower. Which flower grows on water? It is lotus. Which plant has got thorns? It is rose plant. Which is a medicinal plant? It is a basil plant. ഇതിന്റെ ഒക്കെ പിക്ചർ എന്നിട്ട്. Who is king of fruits? It's mango. എനിക്ക് 3 കിട്ടിയുള്ളൂ, ഞാൻ കിട്ടിയത് അവിടെ ഒപ്പിച്ചു. നാഷണൽ ഫ്ലവർ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ക്വസ്റ്റ്യനില്. നാഷണൽ ഫ്ലവർ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഫ്ലവേഴ്സിനെയും ഫ്രൂട്ടിനെയും കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് 2 എണ്ണം വേണമല്ലോ. രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് ആനിമൽസിനെ കുറിച്ചായിരുന്നു. Who guards our house? It's dog. Who has got black and white stripes? It's zebra. Who has got colorful wings? It is butterfly. അങ്ങനെയുള്ള രീതിയിൽ അത് എഴുതി. Who has got beautiful feathers? It is peacock. Who is the biggest land animal? It is elephant. ആ പിക്ചേഴ്സ് ഒട്ടിക്കാൻ എളുപ്പമാണ്. പിക്ചേഴ്സും നമുക്ക് കളക്ട് ചെയ്ത് കിട്ടാവുന്നതാണ്. പിന്നെ ജനറൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊവൈഡ്സ് ജനറൽ നോളജ്.
അത് ഞാൻ ചെയ്തത് ഒരു സീഡ് നട്ട് അത് സ്പ്രൗട്ട് ചെയ്ത് അതിന് വാട്ടറിങ് ഒക്കെ ചെയ്ത് സൺലൈറ്റ് ഒക്കെ കിട്ടി അത് വലിയ മരമാവുന്നതും ആ മരത്തിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതും ഫ്രൂട്ട്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നതും അതിന്റെ ഷെയ്ഡിൽ ആൾക്കാര് അങ്ങനെ ഉള്ളതാണ് ഞാൻ അതിൽ എഴുതിയത് ജനറൽ നോളജ് എന്നുള്ളത്. It was once a seed, the farmer sowed and watered it, then it grew into a sapling, it grew and became a plant, later it became a tree, it bears tasty fruits, all eat its fruits and rest in its shade. അടുത്തത് ആനിമൽസിനെ കുറിച്ചുള്ളതായിരുന്നു. അനിമൽസും അതുപോലെ അല്ല അനിമൽസിനെ കുറിച്ചുള്ള ഹെൽത്തി ഹാബിറ്റ് ടൈപ്പ് അല്ലേ? ഞാൻ ഓർഡർ തെറ്റിപ്പോയതായിരുന്നു കേട്ടോ. താങ്ക് യു. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ഞാനൊന്ന് പറയാം. ഞാൻ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് അത് എഴുതിയത്, അതുകൊണ്ട് ഞാൻ ഇതിൽ നോക്കി വായിച്ചതാണ്. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് എളുപ്പമായിരിക്കും ചെയ്യാൻ, ഇതും പഠിപ്പിക്കാനും ഉണ്ടല്ലോ കുട്ടികളെ. early to bed, early to rise, make everyone healthy one, brush your teeth twice a day, make your smile white as milk, wash your hands before and after every meal, take a bath twice a day, you can feel and see best of you only. അതിന്റെ പിക്ചേഴ്സും കളക്ട് ചെയ്ത് പൊട്ടിച്ചു. കുറച്ചുകൂടെ പൊട്ടിക്കാം. അതും പോയം പോലെയാണോ മിസ് ചെയ്തത്? അതെ അതെ. ഓക്കെ. രണ്ടെണ്ണം വേണ്ട, ഒന്ന് മതി. എന്തോ രണ്ടെണ്ണം ആവശ്യമില്ലേ? 2 weeks in English എന്ന് പറഞ്ഞിട്ട് വേണം. ഈ രണ്ടും വായിച്ചിരുന്നല്ലോ മിക്കതിന്റെ. ഓക്കെ, അതുപോലെ തന്നെ അതും എഴുതണം. ഹെൽത്തി ഹാബിറ്റ്സ് ഒരെണ്ണോട് എഴുതണം. നെക്സ്റ്റ് അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ. എനിക്ക് ഏറ്റവും പെട്ടെന്ന് എഴുതിയതും വളരെയധികം സാറ്റിസ്ഫാക്ഷനും കിട്ടിയത്, എല്ലാം എഴുതിയപ്പോ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നു എന്ന് തന്നെ പറയാം. അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ. മറ്റേതൊക്കെ ചിന്തിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഒന്ന് ജീസസ് ക്രൈസ്റ്റും പിന്നെ ഒന്ന് മദർ തെരേസയും. ഓ ജീസസ്, you son of God, he is unique and kind, he heals a wound and pain, he speaks about love only, he says you shall love your neighbors as yourself, he says love God with all your heart, soul and mind, he the love and kind. Mother Teresa, the symbol of love and affection. It is only you, mother. She was always there for poor and needy. She believes she belonged to the world, always keeping smile on her face. We can feel the affection in her arms. She will show what real love can do. ഇതായിരുന്നു എഴുതാൻ എനിക്ക് ഒട്ടും ഒരു അതങ്ങനെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള രണ്ടുപേരായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് എനിക്കിത് എഴുതാൻ പറ്റി. അപ്പൊ നിങ്ങൾ അല്പം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്കും കുറെ ഐഡിയാസ് കിട്ടും. ഇനി അടുത്തത് അബൌട്ട് അനിമൽസ് അല്ലേ. ഏത് ഓർഡർ വേണമെങ്കിലും ആവാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില തീമിനെ കുറിച്ചുള്ളത് പെട്ടെന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് അതെ അതെ യെസ്, ഞാൻ ആ സൗണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ? അല്ല ചേച്ചി എന്തായാലും തകർക്കുന്നു തോന്നുന്നു കേട്ടാ. ഇവിടെ എപ്പോഴും പാടുന്ന About animals. Yes, ഞാൻ എഴുതിയത് സൗണ്ടിനെ ആയിരുന്നു. We can make so many sounds. Animals can make their own sounds. Dog barks, bow bow wow. Cat mews, meow meow meow. Yes. Cow moves, moo moo moo. Sheep says ba ba ba. നമ്മൾ നല്ലപോലെ ആക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും അവർ ആ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ എലിഫന്റിന്റെയും ലയണിന്റെയും ഡോങ്കിയുടെയും ഹോഴ്സിന്റെ ഒക്കെ ശബ്ദം വെച്ചിട്ടാണ് ഞാൻ അവരുടെ അനിമൽസിന്റെ എഴുതിയത്. രണ്ടാമത് അനിമൽസിന്റെ എഴുതിയത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഹെൽപ്പ്. Cow and goat give us milk, so as buffalo too. Sheep gives us wool, so as make into clothes. Dog guards our home, he is too close to men. Oxen helps farmers in fields, so as to make our work easy.
വൈൽഡ് അനിമൽസ് ലിവ് ഇൻ ജംഗിൾ, ദേ ആർ റിയലി ഗുഡ് ആൻഡ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് അനിമൽസിനെ കുറിച്ച് രണ്ടെണ്ണം വന്നത്. ആദ്യത്തെ സൗണ്ട്, രണ്ടാമത്തെ. ഇനി ബേർഡ്സ്, അതും സൗണ്ടും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേർഡ്സ് ലൈക്ക് ടു ഫ്ലൈ ഹൈ, സം ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ, ഓൾ ലേസ് eggs to hatch, birds make chirping sounds, crows make caw-caw, doves make coo-coo, coo-coo തന്നെ, ducks make quack-quack, hens make chick-chick, owls can see only night, they make hoot-hoot, peacock dance beautifully, parrots talk nicely. കുറച്ചുകൂടെ ഒക്കെ നല്ലൊരു സ്ട്രക്ചറിൽ വരും. പിന്നെ അവ ഉണ്ടാക്കുന്ന കൂടിനെ പറ്റിയായിരുന്നു രണ്ടാമത് ബേർഡ്സിനെ പറ്റി എഴുതിയത്. ബേർഡ്സ് ക്യാൻ മേക്ക് ദെയർ ഓൺ ഹോം. ഒരു വലിയ ബേർഡിനെ വരച്ച് അത് കൂടുതൽ ബേർഡ്സിനെ ഒന്നും കളക്ട് ചെയ്തില്ല, നിങ്ങൾക്ക് പല ടൈപ്പ് ബേർഡ്സിനെ കളക്ട് ചെയ്ത് ഒട്ടിക്കാം. അതിൽ നമുക്ക് പാരറ്റിന്റെ കളറ് പ്രത്യേകതയൊക്കെ നമുക്ക് അതിൽ കൊള്ളാലോ, ചെയ്യാം. പിന്നെ പ്രെയർ സോങ്സ് രണ്ടെണ്ണം വേണം. നത്തിങ് റിലീജിയസ്, നമുക്കൊരു സെക്യുലറിസം ആ ഒരു രീതിയിൽ തോന്നുന്ന ഒരു രണ്ട് പ്രെയർ സോങ്സ് ആണ് ചെയ്യേണ്ടത്. അതിലൊന്ന് നമ്മള് ബാച്ചില്, ഞാൻ ആദ്യം മിക്ക ബാച്ചിലോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇംഗ്ലീഷിൽ ഒരു പ്രെയർ ചെയ്യണം. എന്നിട്ട് അത് ക്ലാസ്സിൽ നമ്മളത് പാടാൻ, നമ്മളിപ്പോ എല്ലാ പ്രെയർ രീതിയിലുള്ള പ്രെയർ ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. ഞാനിവിടെ 2 പ്രെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു. രണ്ടാമത്തെ പിക്ചേഴ്സ് ഒരു സെക്യുലറിസം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള. അതോടുകൂടി അത് കഴിഞ്ഞു. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും, നമുക്ക് വേഗം ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 വേണം. ക്യാപ്സൂൾ സോങ് മാത്രം വളരെ കുറച്ച് ലൈൻസ് മതി, 4 ഇനഫ്. എന്നിട്ട് എല്ലാത്തിനും പിക്ചേഴ്സ് ഒട്ടിക്കോ വരയ്ക്കോ നിങ്ങൾക്ക് ചെയ്യാം. ഇത് റൈം. അടുത്ത സ്റ്റോറി. സ്റ്റോറി ഓരോന്ന് മതി. റൈം നമ്മൾ ഓരോ തീമിനും 2 ചെയ്തു. സ്റ്റോറി ഓരോന്ന് മതി. പിന്നെ സ്റ്റോറിയിൽ ചില സ്റ്റോറീസ് നമുക്ക് ഓൾറെഡി ഉള്ള കഥകൾ തന്നെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. മിസ്, ഇത് വേറെ റെക്കോർഡിലല്ലേ ചെയ്യേണ്ടത്? ഇത് വേറെ റെക്കോർഡ്. സ്റ്റോറി ബുക്ക്. ഫസ്റ്റ് വൺ മോറൽ സ്റ്റോറി. പിന്നെ ഓർക്കുക, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഏത് സ്റ്റോറി ആണെങ്കിലും അവരുടെ ഉള്ളിലേക്ക് ചില വാല്യൂസ് പെട്ടെന്ന് എത്തണം. ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. മോറൽ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾ വളരെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കുമായിരുന്നു. പഠിക്കാനും നല്ലതായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റിയ ചില സമയത്ത് അങ്ങ് മടിച്ചിയാകും. ആ സമയത്ത് അവള് കറക്റ്റ് ടൈമിലൊന്നും ചെയ്യില്ല. പഠിക്കുന്നതാണെങ്കിലും ഹോംവർക്ക് ചെയ്യുന്നതാണെങ്കിലും കറക്റ്റ് ടൈമിൽ ചെയ്യില്ല. പിന്നെ എന്നിട്ട് സ്റ്റഡി ലീവ് ഒന്നും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തില്ല. പരീക്ഷ അങ്ങ് എടുക്കുമ്പോഴേക്കും പരീക്ഷയുടെ ടൈമിൽ തലേ ദിവസമൊക്കെ ആയിരിക്കും പഠിച്ചിട്ട് അങ്ങ് പോകുന്നതും. പക്ഷെ എന്തോ അവൾക്ക് അത് നല്ല മാർക്കും കിട്ടിയിരുന്നു. അവളെ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. ഞാൻ പരീക്ഷ ആകുമ്പോൾ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവൾ അത് തന്നെ പിന്തുടർന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറെ എല്ലാം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവള് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് അന്വേഷിക്കുകയാണ്. അപ്പൊ അവൾക്ക് അവളുടെ ഹോം ടൗണിൽ നിയർ ബൈ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല എന്താ പറയാ, നല്ല പ്രോഗ്രസ് ഉള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പൊ അതിലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്ത സമയത്ത് ഇവള് ആപ്ലിക്കേഷൻസ് അയച്ചു. അങ്ങനെ ഇവൾക്ക് ഇന്റർവ്യൂവിനുള്ള കാർഡ് വരുവാണ്. കാർഡ് വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ അവൾക്ക് ടൈം തെറ്റി. അവളൊന്നും കറക്റ്റ് സമയത്ത് ചെയ്തില്ല. സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്ത് കറക്റ്റ് ടൈമിൽ വയ്ക്കാത്ത കാരണം അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. അങ്ങനെ പോകുന്ന വഴിയിൽ പലതും ലേറ്റ് ആയി. അങ്ങനെ അവൾ അവിടെ എത്തുമ്പോഴേക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു. അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ പങ്ക്ച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവൾക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മള് ടൈം കീപ്പ് ചെയ്യാനും പങ്ക്ച്വൽ ആവാനും തുടങ്ങി. ഇതാണ് ഞാൻ എഴുതിയ കഥ. ഒരു പെൺകുട്ടി. നല്ല സ്റ്റോറി.
ഓക്കെ, പങ്ക്ച്വാലിറ്റി എല്ലാത്തിനും ഒരു ടൈറ്റിൽ കൊടുക്കണം കേട്ടോ. നിങ്ങൾ എഴുതുന്ന കഥകൾക്കൊക്കെ ടൈറ്റിൽ കൊടുക്കണം. ഞാനിവിടെ പങ്ക്ച്വാലിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത അത് ഓപ്ഷണൽ ആണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. നമ്മളുടെ ഓൾറെഡി നമ്മുടെ ചരിത്രപ്രധാനമായ എന്തെങ്കിലും കഥകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ തെന്നാലിരാമനെ കുറിച്ച് എഴുതിയത്, തെന്നാലിരാമന്റെ ഒരു കഥ, അത് നമുക്ക് എടുക്കാം. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ പിക്ചോറിയൽ സ്റ്റോറി എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതും നിങ്ങൾക്ക് ഏതെങ്കിലും കഥയുടെ പിക്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഞാൻ ഓർഡറിലല്ല എന്റെ റെക്കോർഡ് ഇതിനകത്ത് ഉള്ളത്. എനിക്ക് കിട്ടിയതനുസരിച്ച് ഞാൻ എഴുതി പോവുമായിരുന്നു. മിസ് അപ്പൊ ഹിസ്റ്റോറിക്കലും അതുപോലെ പിക്ചോറിക്കലും രണ്ടെണ്ണം നമ്മള് കോപ്പി ചെയ്യാന്നല്ലേ പറഞ്ഞത്? ചെയ്യാം. നമുക്ക് നല്ലൊരു കഥ കാണുമ്പോ അതിന്റെ പിക്ചർ കാണുമ്പോ ആ പിക്ചർ കട്ട് ചെയ്ത് പിക്ചോറിയൽ സ്റ്റോറി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്റ്റോറീസ് നമ്മുടെ കളിക്കുടിക്കലൊക്കെ അത് കണ്ടിട്ടുണ്ടാകണം. ഇപ്പൊ നമ്മൾ ക്യാറ്റിനെയും റാറ്റിനെയും കുറിച്ച് എഴുതുവാന്ന് വിചാരിച്ചു. നമ്മുടെ സ്റ്റോറിയിൽ എവിടെയെങ്കിലും ക്യാറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ ക്യാറ്റിന് എഴുതുന്നതിന് പകരം അവിടെ നമുക്ക് ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിക്കാം. മനസ്സിലായോ? അങ്ങനെ എഴുതാം. അതൊരു മെത്തേഡ്. റാറ്റ് എന്നുള്ള ഭാഗമാണെങ്കിൽ അവിടെ റാറ്റിന് ഒട്ടിക്കാം. കേക്ക് എന്ന് വരുവാണെങ്കിൽ കേക്കിന്റെ പിക്ചർ ഒട്ടിക്കാം. ചീസ് എന്ന് വരുവാണെങ്കിൽ ചീസിന്റെ പിക്ചർ ഒട്ടിക്കാം. ഡോഗ് എന്ന് എന്താണോ അതില് നമുക്ക് പിക്ചർ കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം പിക്ചർ ആയിട്ട് ഒട്ടിക്കാം. ഒരു കുഞ്ഞിനെ വായിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ അവരത് കറക്റ്റ് വായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാലരമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആൾക്കാരുടെ പിക്ചർ നിറയെ ഉണ്ടാവും. അവരുടെ ഡയലോഗ്സ് ഇങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓർഡറിലല്ലാത്തതിന്റെ പ്രശ്നം എനിക്ക്. ഇത് കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയതാണേ. ഈ മങ്കീനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളിപ്പിച്ച് കാശ് വാങ്ങില്ലേ ചില ആളുകള്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു അതിൽ കണ്ടത്. ആ സ്റ്റോറിയിൽ അയാള് ഭയങ്കര ക്രൂവലായിട്ട് മങ്കിയോട് പെരുമാറുന്ന കാണുമ്പോ കുട്ടികള് അത് കണ്ട് അവരുടെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നു. അവരയാളെ എന്നിട്ട് പോലീസിനെ പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ അയാളുടെ തെറ്റ് മനസ്സിലാക്കി. അങ്ങനെ ആ രീതിയിൽ പിക്ചർ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ സെന്റൻസുകൾ ഞാൻ ഇവിടെ കൊടുത്തു. ചെറിയ സ്റ്റോറിയാണല്ലേ? ചെറിയ സ്റ്റോറി. അങ്ങനെ സെന്റൻസുകൾ കൊടുത്തു. അങ്ങനെയാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡയലോഗ്സ് ഒന്നും വരാതെ പിക്ചർ കഥ പറയുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അത് എഴുതാം, ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ആദ്യം പറഞ്ഞത് മനസ്സിലായല്ലോ? നമ്മൾ കഥ അതിനെന്തൊക്കെ വരുന്നുണ്ടോ? എന്തോ രണ്ട് സൈഡിലും എഴുതാവോ? രണ്ട് സൈഡിൽ എഴുതി. പിക്ചോറിയൽ സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡിലും എഴുതിയത്. കാരണം നമുക്ക് പിക്ചർ ഒട്ടിച്ചിട്ടാണല്ലോ ഞാൻ ഡയലോഗ്സ് അതിനകത്ത് എഴുതി വെച്ചത്. കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ബാക്കി ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡ് ഉപയോഗിച്ചത് കേട്ടോ. പിക്ചോറിയൽ സ്റ്റോറി ആയതുകൊണ്ട്. മറ്റേത് അല്ലാത്ത സ്റ്റോറി ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പിക്ചർ അതിന്റെ ഒട്ടിക്കുന്നുണ്ട് നമുക്ക്. ഓക്കെ, നൊമാഡ് സ്റ്റോറിയും നിങ്ങൾക്ക് എടുക്കാം. എവിടെ നിന്നെങ്കിലും കോപ്പി ആയിട്ട് എടുക്കാം, തന്നെ ക്രിയേറ്റ് ചെയ്യണം. നാടോടി കഥകളില്ലേ, നമ്മൾ ജാപ്പനീസ് നാടോടി കഥ, ചൈനീസ് നാടോടി കഥ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ നാടോടി കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നൊമാഡ് എന്ന് പറഞ്ഞാൽ നാടോടികൾ. അവർക്ക് പ്രത്യേകിച്ച് വീടൊന്നുമില്ല, അവരിങ്ങനെ ഓടി ഓടി നടത്തും. അങ്ങനെയാണ് കേട്ടോ. ഞാൻ പക്ഷെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ എഴുതിയത് ഒരു നാടോടി കഥയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നാടോടിയായി നടക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഹീര. ഇങ്ങനെ ഒരു പിക്ചർ ഒട്ടിച്ചു. ആളുടെ ഒരു രണ്ട് ബാഗ് രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ച് പോകുന്ന രീതിയിൽ ഒരു പിക്ചർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഹീര ഒരു നൊമാഡ് ഗേൾ ആണ്. അവളുടെ പാരന്റ്സും ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകും. അവരെപ്പോഴും അവരുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മെഡിസിൻസും ഉണ്ടാവും. ഈ നാടവൈദ്യന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മെഡിസിൻസും അവരുടെ കയ്യിലുണ്ടാവും. അത് വിറ്റ് അങ്ങനെ കാശ് കിട്ടി അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഒരു സ്ഥലത്തെ വിൽപ്പന എല്ലാം കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് അവരുടെ ജീവിത രീതി. അങ്ങനെ ഇവര് ഹീറോ ഒരു ഡയറക്ഷനിലേക്ക് പോകും, പാരന്റ്സ് വേറെ ഡയറക്ഷനിലേക്ക് പോകും. ഇവരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവരുടെ രീതി. ഒരു ദിവസം ഹീറോ ഒരു വില്ലേജിലൂടെ
ഞാനും ഓർത്തു മിസ്, നമ്മുടെ കാത്തോയിലുണ്ടായിരുന്നു അന്ന് റോൾ പ്ലേ ചെയ്തപ്പോ ലാടന്മാരുണ്ടായിരുന്നു. ഞങ്ങളെ റോൾ പ്ലേ ചെയ്തപ്പോ മുള്ളുവണ്ടി കീരിസേവൻ 2 ലാടൻ മരുന്ന് കാട്ടില് മരുന്ന് വെക്കുന്ന 2 പേരുണ്ടായിരുന്നു. രമ്യ നികിതയായിരുന്നല്ലേ? അതെ അതെ, അവരായിരുന്നു ലാടന്മാര്. ഓക്കെ. അപ്പൊ ഇവിടെ ഹീര ഒരു വില്ലേജിലൂടെ പോവുമായിരുന്നു. അപ്പൊ അവളിങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ സാധനങ്ങളെല്ലാം വിറ്റു. പക്ഷെ അപ്പൊ അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹം തോന്നി. അവള് പെട്ടെന്നൊരു വീട് കണ്ടു. അവള് വേഗം ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവരോട് കുറച്ച് വെള്ളം ചോദിച്ചു. പക്ഷെ അവര് ഒരു റിച്ച് ഫാമിലിയുടെ ഒരു വീടായിരുന്നു അത്. ആ ലേഡി അവൾക്ക് വെള്ളം കൊടുത്തില്ല. അവളെ അവിടുന്ന് അട്ടിപ്പയച്ചു. അവൾക്ക് ഭയങ്കര വിഷമായി. പക്ഷെ എന്നാലും അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല ആ ലേഡിയോട്. അവൾ വിചാരിച്ചു അവര് അങ്ങനെ പെരുമാറിയത് സാരമില്ല, പോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവൾ അവളുടെ മെഡിസിൻസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞ് ഇവൾക്ക് തിരിച്ച് വീണ്ടും ആ വഴിയിലൂടെ വരേണ്ടതായിട്ട് വന്നു. അവൾ തിരിച്ച് ആ വഴിയിലൂടെ വരുമ്പോ അവൾ പെട്ടെന്ന് ആ വീടിനടുത്തെത്തിയപ്പോ ഭയങ്കര ഒരു കരച്ചിൽ കേൾക്കുക. നോക്കിയപ്പം ആ സ്ത്രീ നിന്ന് കരയുവാണ്. അവൾ വേഗം ഓടി അങ്ങോട്ട് ചെന്നു. അവളുടെ വീടിന്റെ മുന്നിലൊരു സ്വിമ്മിംഗ് പൂളോ ഒരു കുളോ എന്തോ ഉണ്ടായിരുന്നു. അവിടെ അതിനകത്തേക്ക് ആ ലേഡിയുടെ കുട്ടി വീണുപോയി. അപ്പൊ ആ ലേഡി ഹെൽപ്പിന് വേണ്ടിയിട്ട് കരയുക. ഹീര ഓടിച്ചെന്ന് ആ കുളത്തിലേക്ക് ചാടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ ക്ലീഷേ കഥകളാണല്ലേ, കേട്ടിട്ടുള്ള കഥകൾ. അങ്ങനെ രക്ഷപ്പെടുത്തി. അപ്പൊ ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് കുറ്റബോധവും തോന്നി. ഹീരയെ കുറച്ചു മുമ്പ് അവർ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതല്ലേ. അവര് ഹീരയെ വീടിനകത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് ബ്ലാങ്കറ്റ് ഒക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഉണക്കാനുള്ളതൊക്കെ ആയിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് നല്ല ചൂട് ചായയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് അപ്പൊ ഹീര തിരിച്ചു പോകാൻ നേരത്ത് കുറെ ഡ്രൈ ഫ്രൂട്ട്സ് അവർക്ക് റിട്ടേൺ ആയിട്ട് കൊടുത്തു. അങ്ങനെ അവള് തിരിച്ച് ഹാപ്പി ആയിട്ട് അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോയി. ഇതാണ് ഇതിലെ കഥ. ഞാൻ എഴുതിയത് എന്ത് നാടോടി കഥയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നാടോടിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. നല്ല കഥയാണ് മിസ്. പിക്ചോറിയൽ സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഈ ടൈപ്പ് ആണ്? യെസ്, അതന്നെ. അങ്ങനെ എഴുതാം. അല്ലാതെ കുറെ പിക്ചർ വെച്ചിട്ട് ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് അങ്ങനെയും ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. ഓക്കെ. അപ്പൊ നൊമാഡ് സ്റ്റോറി, അത് എനിക്ക് കമ്പാരിസൺ സ്റ്റോറി അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാമിനോട് ചോദിക്കുമ്പോൾ യു ഡു, അത്രേ ഉള്ളൂ ആളുടെ അടുത്തുനിന്ന് മറുപടി. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. കമ്പാരിസൺ സ്റ്റോറി അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഈ കഥ കേട്ട എല്ലാവരും ഇതിന് സമാനമായ വേറൊരു കഥ പറഞ്ഞു. ബട്ട് ആ കഥ ഞാൻ പിന്നീടാണ് കേട്ടത്. ഞാൻ എഴുതിയ കഥ എഴുതിയതിനു ശേഷം. ഞാൻ എഴുതിയ കഥയില് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. കുട്ടികൾ അവിടെ കളിക്കും. ആ പ്ലേ ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ പന്ത് ഈ ഒരു ഗാർഡനകത്തേക്ക് പോയി. അപ്പൊ ഈ ഗാർഡനിൽ നിറയെ ജാസ്മിൻ ഫ്ലവേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ റോസ് പ്ലാന്റ് നിറയെ ഉണ്ട്. അപ്പൊ ഈ ജാസ്മിൻ ഫ്ലവറിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ജാസ്മിൻ ഫ്ലവർ കാണാനും നല്ലതാണ്, നല്ല മണമുണ്ട്. കുറെ കാര്യങ്ങൾക്ക് ആളുകൾ ഉപയോഗിക്കുമല്ലോ, കല്യാണങ്ങളായാലും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെല്ലാം ജാസ്മിൻ ഫ്ലവർ ഉപയോഗിക്കും. പെർഫ്യൂം ഉണ്ട്. ഓക്കെ. റോസ് പ്ലാന്റിനെ ഉപയോഗിക്കുമെങ്കിലും റോസ് പ്ലാന്റിന് മുള്ളുണ്ടെന്നും പറഞ്ഞിട്ട് ജാസ്മിൻ ഫ്ലവർ എപ്പോഴും റോസ് പ്ലാന്റിനെ കളിയാക്കും. അപ്പൊ കഥ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവൂലേ? വെരി ഇൻട്രസ്റ്റിംഗ്. കുട്ടികളുടെ പന്ത് ഈ ഒരു ഇതിനകത്തേക്ക് വീടും, ഗാർഡനിലേക്ക് വരും. അപ്പൊ ഒരു പന്ത് എടുക്കാൻ വേണ്ടി വരുമ്പോ നിറയെ പൂക്കള് നിൽക്കുകയാണല്ലോ. പൂക്കള് കണ്ട സന്തോഷത്തിൽ ഇവരത് പറിക്കാനായിട്ട് ചെല്ലും. അപ്പൊ റോസ് ഫ്ലവർ പറിക്കാനായിട്ടാണ് ഇവർ ചെല്ലുന്നത്. പക്ഷെ മുള്ളു കൊള്ളുന്ന കാരണം അവരത് പറിക്കില്ല. അതിന് പകരം ജാസ്മിൻ ഫ്ലവർ നിറയെ പറിച്ച് പറിച്ച് എടുത്തിട്ട് പോകും. അപ്പൊ ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലാവും അഹങ്കാരം താഴും. ഓരോന്നിനും മദർ നേച്ചർ കൊടുത്തിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് ഓരോ കാര്യങ്ങളും. റോസ് പ്ലാന്റിന്റെ ഒരു ബ്ലെസ്സിങ് ആണ് അതിനുള്ള തോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെയും കളിയാക്കരുത് ജാസ്മിൻ ഫ്ലവർ. ഇത് തന്നെ എന്തോ കാക്ടസ്, മരുഭൂമിയിലെ കാക്ടസും റോസും അങ്ങനെ എന്തോ ഒരു കഥയില്ലേ? എന്തോ ആമേ മുയലിന്റെ ഒരു കഥയില്ലായിരുന്നോ? പക്ഷെ എനിക്കുണ്ടല്ലോ ഓട്ട മത്സരത്തിന്റെ കഥയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ആ കഥ ചെറുപ്പത്തിൽ കേൾക്കുമ്പോഴും ഇപ്പോഴും അത് കേൾക്കുമ്പോഴും എനിക്ക് സങ്കടം. ഉറങ്ങിപ്പോയതല്ലേ? അപ്പൊ അത് നമ്മളുടെ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി അതിനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ട മത്സരത്തിന് പകരം സ്വിമ്മിങ്.
അങ്ങനെ എന്നിട്ട് മുയലിന് പെട്ടെന്ന് വെള്ളത്തിലേക്ക് താന്നു പോയപ്പം ആമയുടെ പുറത്ത് മുയലിനെ ഇരുത്തി കരയിലേക്ക് കൊണ്ടുവരുന്നു. മത്സരമൊന്നും ഇല്ലാതെ അവര് ഭയങ്കര ഹാപ്പി ആയി ഫ്രണ്ട്സ് ആവുന്നത്. അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഈ ഇതേപോലെ കാക്ക വെള്ളം കുടിക്കൂലേ മിസ്? അപ്പൊ ഇങ്ങനെ കല്ലുകൾ ഇട്ടിട്ട് വെള്ളം പൊങ്ങി വന്ന് കുടിക്കുന്നതൊക്കെ രസകരമായ കഥകൾ മിസ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തോട് പറയാമെന്നല്ല. പിന്നെ എനിക്ക് ടോം ആൻഡ് ജെറി എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന കഥയാണ്. എപ്പോഴും ടോമിന് എന്തെങ്കിലും പറ്റും, ജെറി ഇങ്ങനെ ഭയങ്കര ഓവർ സ്മാർട്ടായിട്ട് ഓടിപ്പോണതൊക്കെ. അവർ രണ്ടുപേരും കൂടെ ഫ്രണ്ട്സ് ആവുന്ന ചില കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. ഇവിടെ ഭയങ്കര ചിരിയാണ് മിസ്. അത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് മൂത്താള് 9th ഇപ്പോഴും അത് വെച്ചിരുന്ന് ഭയങ്കര ചിരിയാണ്. ഞാനും മോനും കൂടി ഇരുന്ന് കാണുമായിരുന്നു അത് ടോം ആൻഡ് ജെറി. ഭയങ്കര ഇനിയുള്ളത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞാൽ മതിയോ? മതി മിസ്, മതി മിസ്. എനിവേ നിങ്ങൾ നിങ്ങളുടെ ഭാവനയൊക്കെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുവരും. ഓക്കെ മിസ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട്. ഓക്കെ ഹസ്ന. Thank you, ma'am, for your wonderful class. Today we discussed about the activity. We discussed about the record. In record, we discussed illustrated rhyme book, alphabet song, number song, capsule song, folk song, riddle song, provides scientific song, question answer type, provides general knowledge, health habits type, about great people, about animals, about birds, prayer song, and then we discussed about illustrated action story book, moral story, historical or mythological story, pictorial story, normal story, comparison story. This is all we have done today. Thank you, ma'am, and thank you, everyone. മിസ് ക്രിസ്മസ് നമ്മുടെ സെലിബ്രേഷൻ മിസ് ആയിരിക്കുമോ? ക്രിസ്മസ് സെലിബ്രേഷൻ പറഞ്ഞു, അങ്ങനെ ഡൗട്ട് പറഞ്ഞായിരുന്നു. അറിയില്ല. ഓക്കെ മിസ്. അതാണോ ലാസ്റ്റ് വർക്കിംഗ് ഡേ? 22nd ആണോ? 22-ാം തീയതി ആണെന്നാ പറഞ്ഞത്. 23-ാം തീയതി സ്മാർട്ട് 3 ആണെന്ന്. ക്രിസ്മസ് സെലിബ്രേഷൻ. ഓക്കെ, യു പ്ലാൻ. എന്റെ ക്ലാസ് ആണെങ്കിൽ ഞാൻ ഉണ്ടാവും. ഓക്കെ മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Okay, thank you, Bye. Thank you, miss.